ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ഓപ്പറേഷൻ ഓഫ് മെട്രിസസ് ആണ് അല്ലേ. അഡീഷനും ഡിഫറൻസും പിന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. 2 മെട്രിക്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. അഡീഷൻ ചെയ്യുന്ന സമയത്തും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുക്കുന്ന ആ 2 മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഒരു 2/3 മെട്രിക്സ് ആണ് എ എങ്കിൽ ബിയും ഒരു 2/3 മെട്രിക്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 2ൻ്റെയും ഓർഡർ സെയിം ആവണമെന്നില്ല. പക്ഷെ അതെന്തായിരിക്കണം? ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ 2 മെട്രിക്സ് കാണുന്നുണ്ട്. ഇപ്പം ആദ്യത്തെ ഈ ഒരു മെട്രിക്സ് കണ്ടുല്ലോ. ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാ? ഇതിന് 2 റോ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ അതിന് എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. അപ്പോൾ 2/2 മെട്രിക്സ് ആണ്. ഇനി ഈ ഒരു മെട്രിക്സ് നോക്കിയേ, ഇതിനും 2 റോസ് ഉണ്ട്. പക്ഷെ കോളം എത്രയുള്ളൂ? ഒരൊറ്റ കോളം ഉള്ളൂ. അപ്പോൾ അതൊരു 2/1 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു 2/2 മെട്രിക്സും ഒരു 2/1 മെട്രിക്സും ആണ് രണ്ടാമത്തേത്. അപ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്മുടെ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കോളംസ് അല്ലേ. അതേപോലെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. മനസ്സിലായല്ലോ? ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. മറ്റത് രണ്ടും ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയുള്ള 2 മെട്രിക്സേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും? ഈ ആദ്യത്തെ മെട്രിക്സിന്റെ കണ്ടോ നമ്പർ ഓഫ് റോസ്, അതായത് 2. പിന്നെ രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ്, അതായത് 1. അപ്പോൾ അതൊരു 2/1 മെട്രിക്സ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. നോക്കിയത് ഇവിടെ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് എത്ര റോസ് ഉണ്ട്? 2 റോസ് ഉണ്ട്. എത്ര കോളം ഉണ്ട്? 1 റോ ഉണ്ട്, 1 കോളം. അപ്പം നോക്കിയേ, ഒരു 2/1 മെട്രിക്സ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏതൊരു മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അതിൻ്റെ ഇത് ചെക്ക് ചെയ്യണം. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം, രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആയിരിക്കണം. എന്നാലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, ആ മെട്രിക്സിന്റെ റോ എന്ന് പറയുന്നത് ആദ്യത്തെ മെട്രിക്സിന്റെ റോ ആയിരിക്കും. കോളം എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളായിരിക്കും. അത് മനസ്സിലായല്ലോ? എന്നിട്ട് വേണം നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കൊരു 2 മെട്രിക്സുകൾ തന്നു. നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 2 മെട്രിക്സ് ഉണ്ട്. ഇത് സിയും ഇത് ഡിയും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സി ഡി ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സി ഡി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ സിയുടെ ഓർഡർ നോക്കി നോക്കിയേ. 1 2 റോ വരുന്നുണ്ട്. കോളംസ് എത്ര വരുന്നുണ്ട്? 3 കോളംസ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു 2/3 മെട്രിക്സ് ആണ്. ഇനി നമ്മൾ ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് നോക്കിയേ. 1 2 3 റോസ് അവിടെ വരുന്നുണ്ട്. പക്ഷെ കോളം എത്രയേ ഉള്ളൂ? 1 2 കോളം മാത്രമേ ഉള്ളൂ. നോക്കിയേ, ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ അല്ലേ? 3 അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഇതിന്റെ ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോയും രണ്ടാമത്തേന്റെ ഫസ്റ്റ് കോളം കണ്ടോ. ഇതാണ് ഫസ്റ്റ് റോ. ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളും കണ്ടോ. ഈ ഫസ്റ്റ് കോളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, 1 × 2 പ്ലസ് -1 × -1 പ്ലസ് 2 × 5. കണ്ടോ, ഇതേപോലെ വേണം നമ്മൾ ചെയ്യാൻ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആൻസർ കിട്ടുക അതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്, ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ മെട്രിക്സ്. ഇനി നമ്മൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഞാനൊരു ഒരു മെട്രിക്സ് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് അത് എങ്ങനെയാണെന്ന് പറയാണ്. പിന്നെ നമ്മൾ വീണ്ടും സെയിം ഫസ്റ്റ് റോയും കണ്ടോ
ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് കോളം ചെയ്യാം. അപ്പൊ 1 into 7 കണ്ടോ, പ്ലസ് -1 into 1 പ്ലസ് 2 into -4. ഇത് മൂന്നും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് എത്രയാണോ, ഇപ്പൊ ഇവിടെ -2 കിട്ടി, അതാണ് നമ്മുടെ സെക്കൻഡ് എലമെന്റ്. പിന്നെ ഇനി ഇവിടെ എന്തെങ്കിലും കോളം ഉണ്ടെങ്കിൽ തേർഡ് കോളം ഉണ്ടെങ്കിൽ സെയിം റിപ്പീറ്റ് വിത്ത് ഫസ്റ്റ് കോളം വിത്ത് തേർഡ് കോളം ചെയ്യണം. പക്ഷെ ഇവിടെ ഇനി തേർഡ് കോളം ഇല്ല, അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് റോയുടെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോ സെയിം സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് കോളം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത എലമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതേപോലെ നമ്മൾ സെക്കൻഡ് റോ എടുത്തു, ഫസ്റ്റ് കോളം അല്ലെ, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഇതുപോലെ നമ്മൾ 0 into 2 പ്ലസ് 3 into -1 പ്ലസ് 4 into 5 കണ്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഇത് മൂന്നെണ്ണം കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇവിടെ കണ്ടോ 17 കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് തേർഡ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെയിം സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം ചെയ്യണം കണ്ടോ. അപ്പൊ അങ്ങനെ ഇത് ഓരോന്ന് എലമെന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് എലമെന്റ് കിട്ടും കണ്ടോ. ഇവിടെ -13 കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ 4 എലമെന്റ്സ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റിന്റെ 2 ആണ് നമ്പർ ഓഫ് റോസ് വരുന്നത്, അതുപോലെ ഇവിടെ 2 ആണ് നമ്പർ ഓഫ് കോളംസ് വരുന്നത്. ഇപ്പൊ കിട്ടിയ നമ്മുടെ മെട്രിക്സിന്റെ നോക്കിയേ 2x2 മെട്രിക്സ് അല്ലേ. അപ്പൊ നമ്മുടെ അതവിടെ കറക്റ്റ് ആണ്. അപ്പൊ അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത്. ഇനി ഞാനൊരു മെട്രിക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ 12 അതുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്, ഓരോ റോയും കോളം എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിത് ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് AB കണ്ടുപിടിക്കണം. അപ്പോൾ A എന്ന് പറയുന്നത് കണ്ടോ, A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 6 9 2 3 ആണ് കണ്ടോ. 6 9 2 3 ആണ്. പിന്നെ B എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് നമുക്ക് അവർ തന്നിട്ടുണ്ട് 2 6 0 7 9 8. ഇങ്ങനെ 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ AB കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതായത് മെട്രിക്സ് A മൾട്ടിപ്ലൈഡ് വിത്ത് മെട്രിക്സ് B. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ഓർഡർ ഒന്ന് നോക്കിയിട്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഇതിന് 2 റോസും 2 കോളംസും ആണത്. അപ്പൊ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഇവിടെ നമുക്ക് 2 റോസ് തന്നെയാണ് ഉള്ളത്, പക്ഷേ കോളംസ് എത്രയുണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പൊ ഇതൊരു 2x3 മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് കോളംസും ഇതിന്റെ നമ്പർ ഓഫ് റോസും, ആദ്യത്തെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ നമ്പർ ഓഫ് റോസും 2 ആണ് വരുന്നത്, ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ റോ 2ഉം കോളം 3ഉം ആയിരിക്കും. അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മളിത് കൺഫേം ചെയ്തു. ഇനി നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്, AB കാണാൻ പോവാണ്. AB is equal to എന്ത് വേണം, ആദ്യം ഫസ്റ്റ് റോ മൾട്ടിപ്ലൈഡ് വിത്ത് ഫസ്റ്റ് കോളം. ഇതിലത്തെ ആദ്യത്തെ എലമെന്റ് എന്താണ്, 6 into 2 പ്ലസ് ഇനി രണ്ടാമത്തെ എലമെന്റ് 9, ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് 7. അപ്പം 9 into 7 9 into 7. ഓക്കെ, പിന്നെ ഇവിടെ 2 എണ്ണം വരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇത് 2 എണ്ണത്തിനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. അപ്പൊ 6 into 6 പ്ലസ് 9 into 9. ഇനി നമുക്ക് ഫസ്റ്റ് റോ വിത്ത് തേർഡ് കോളം ഉണ്ട്. ഞാനതിവിടെ താഴ്ത്തേക്ക് ഇറക്കി എഴുതുകയാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നീക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഗ്യാപ്പ് കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് റോ വിത്ത് തേർഡ് കോളം ചെയ്യാം. അപ്പൊ 6 into 0 വരും. 6 into 0 പ്ലസ് ഇവിടെ 9 into ഇവിടുത്തെ 8. 9 into 8. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് റോഡ് എല്ലാം ചെയ്തു കഴിഞ്ഞു. 3 കോളം ഉള്ളത് 3 കോളവും ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് റോ കണ്ടോ, സെക്കൻഡ് റോ അഗെയിൻ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് കോളം അങ്ങനെ ചെയ്യാം. അപ്പൊ 2 into 2 പ്ലസ് 3 into 7. ഇനി വീണ്ടും 2 into 6 രണ്ടാമത്തെ കോളം എടുത്തു പ്ലസ് 3 into 9. ഇനി നമുക്ക് മൂന്നാമത്തെ കോളം 2 into 0 പ്ലസ് 3 into 8. മനസ്സിലായല്ലോ നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം ആഡ് ചെയ്യാം. 6 2s are 12 പ്ലസ് 9 7s are 63. 6 6 are 36
plus 9 9s are 81. 6 into 0 0 plus 9 8s are 72. ഇനി 2 2s are 4 plus 3 7s are 21. 2 6 are 12 plus 3 9s are 27. 2 into 0 0 plus 3 into 8 24. കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 12 പ്ലസ് 63. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 75 എന്ന് കിട്ടും. ഇനി 36 പ്ലസ് 81 117 എന്ന് കിട്ടി. ഇനി 0 പ്ലസ് 72 തന്നെയാണ്. 4 പ്ലസ് 21 25. 12 പ്ലസ് 27 39. 0 പ്ലസ് 24 24. കണ്ടോ? ഇപ്പൊ നമുക്ക് നമ്മുടെ എ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. ഇതിന്റെ ഓർഡർ ഒന്ന് നോക്കി നോക്കിയേ. 2 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 3 കോളംസ് ഉണ്ട്. കണ്ടോ? 2/3. ഇത് തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം. കണ്ടോ? ഇതിന്റെ 2ഉം അതേപോലെ തന്നെ ഇതിന്റെ 3 കോളംസും. അപ്പൊ അങ്ങനെ ഒരു 2/3 മെട്രിക്സ് തന്നെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്? ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. മെട്രിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബി എ ചെയ്യാം. ബി എ എന്ന് പറയുന്നത് എന്താ പ്രത്യേകത? ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആദ്യം എഴുതുക, എ എന്ന് പറഞ്ഞ മെട്രിക്സ് രണ്ടാമത് എഴുതുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം അതിന്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ ബി എ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ ഞാൻ വീണ്ടും കാണിച്ചു തരാം. കണ്ടോ? ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ എ ഇൻറ്റു ബി. അപ്പൊ നമ്മൾ ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് കോളംസും ഇതിന്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആണെന്ന് നോക്കി എന്നിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ ബി എ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ബിയുടെ ആദ്യം എഴുതണം 2/3. അതിനുശേഷം എയുടെ എന്ത് എഴുതണം? ഓർഡർ എഴുതുക 2/2. അപ്പൊ ബിയുടെ നമ്പർ ഓഫ് കോളംസും എയുടെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആയിരിക്കണം. ഇവിടെ അത് ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് ബി എ ഇതിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പൊ എ ബി ചെയ്തു എന്ന് വിചാരിച്ച് ഇതിൽ നമുക്ക് ബി എ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എ ബി ഇപ്പൊ ഇവിടെ കണ്ടുപിടിച്ചു, നമുക്കൊരു ആൻസർ കിട്ടി. ഇനി നമ്മൾ ബി എ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ നമ്പർ ഓഫ് കോളംസ് റോസ് ഇവിടെ ഈക്വൽ ആണ് എങ്കിൽ നമുക്കത് ബി എം കണ്ടുപിടിക്കാം അല്ലെ? അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ബി എ എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നതും ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മളിപ്പോ സാധാരണ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 എത്രയാണ്? 6 ആണ്. അത് നേരെ തിരിച്ച് 3 into 2 ചെയ്താൽ എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും അല്ലെ? സാധാരണ റിയൽ നമ്പറിൽ നമ്മളിപ്പോൾ ഓർഡർ മാറിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം ആൻസർ കിട്ടും. പക്ഷേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അങ്ങനെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ സംഭവിക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും എ ബി എന്ന് പറയണത് എന്തായിരിക്കും? ഒരുവിധ എല്ലാ കേസിലും എ ബി നോട്ട് ഈസ് ഈക്വൽ ടു ബി എ ആയിരിക്കും. പിന്നെ നമ്മുടെ ഡയഗണൽ മെട്രിക്സ് ഉണ്ടല്ലോ, സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ മെട്രിക്സ്, അതിന് മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഒരുവിധ കേസിലൊക്കെ എന്ത് തന്നെയാണ്? എ ബി നോട്ട് ഈസ് ഈക്വൽ ടു ബി എ ആയിരിക്കും. പിന്നെ ഓർഡർ നമ്മൾ പ്രത്യേകം നോക്കണം. പിന്നെ നോൺ കമ്മ്യൂണിറ്റി, അതാണ് ഇവിടെ പറഞ്ഞത്. എ ബിയും ബി എയും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ നോക്കി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് കണ്ടു. അപ്പൊ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് കണ്ടോ? എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് കിട്ടി. കണ്ടോ? ഇത് നമ്മൾ ബി എ. അപ്പൊ ബി എ എന്ന് പറയുമ്പോൾ ബി ആദ്യം എഴുതണം കേട്ടോ. ബി ആദ്യം എഴുതി, എ രണ്ടാമത് എഴുതി. നമ്മൾ അതിന്റെ ഓർഡർ നോക്കിയപ്പോൾ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കണ്ടോ, ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് വേറൊരു മെട്രിക്സ് നമുക്കിവിടെ കിട്ടിയത്. അപ്പൊ എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും ഇവിടെ സെയിം മെട്രിക്സ് ആണോ കിട്ടിയത്? അല്ല. ഇവിടെ രണ്ടും നമുക്ക് രണ്ട് മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി നോട്ട് ഈസ് ഈക്വൽ ടു ബി എ. അടുത്തൊരു എക്സാമ്പിളിൽ എടുത്തു കഴിഞ്ഞാലും അവിടെ എ ബി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എയും ബിയും തന്നിട്ടുണ്ട്. നമ്മൾ സ്ക്വയർ മെട്രിക്സ് എടുത്തു നോക്കി അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ എ ബി കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടിയത്. ബി എ നോക്കിയപ്പോൾ നമുക്ക് അതും ഡിഫറെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ? നെഗറ്റീവിന് സൈൻ ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് മെട്രിക്സ് ആണ്. അപ്പൊ ഇവിടെയും നമുക്ക് എ ബി നോട്ട് ഈസ് ഈക്വൽ ടു ബി എ ആണ്. അപ്പൊ സ്ക്വയർ മെട്രിക്സ് എടുത്ത് ചെയ്തപ്പോഴും, അതായത് സെയിം ഓർഡർ ഉള്ളത് എടുത്തപ്പോഴും നമുക്ക് അവിടെ എ ബി ഈക്വൽ ടു ബി എ കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇത് എപ്പോഴും ഉണ്ടോ? ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് എ ബി നോട്ട് ഈസ് ഈക്വൽ ടു ബി എ ഫോർ എവരി പെയർ ഓഫ് മെട്രിസസ്. അത് നമുക്ക് പറയാൻ പറ്റില്ല.
ഇവിടെ നോക്കിയേ, എയും ബിയും രണ്ട് ഡയഗണൽ മെട്രിസസ് നമ്മൾ എടുത്തു. ഡയഗണൽ മെട്രിസസ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണത്? ഡയഗണലിൽ മാത്രം എലമെന്റ്സ് കണ്ടോ, ബാക്കി നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? 0. അതാണ് ഡയഗണൽ മെട്രിക്സ്. അങ്ങനെ രണ്ട് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ നമുക്കറിയാം ഡയഗണൽ മെട്രിക്സ് എന്തായാലും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം എന്നുള്ളത്. അതെടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് അവിടെ എ ബി ഈക്വൽ ടു ബി എ വന്നു. കണ്ടോ, രണ്ടും ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അല്ലാത്ത കേസിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. പിന്നെ സീറോ മെട്രിക്സ്, അതായത് ഇപ്പോൾ എയും ബിയും രണ്ട് മെട്രിക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്, ബി വേറൊരു മെട്രിക്സ്. രണ്ടും സീറോ മെട്രിക്സ് അല്ല. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ഇവിടെ ചില എലമെന്റ്സ് മാത്രമാണ് 0, അല്ലാതെ എല്ലാ എലമെന്റ്സും 0 അല്ല. അതുകൊണ്ട് ഇവിടെ എയും ബിയും സീറോ മെട്രിക്സ് അല്ല. ഈ രണ്ട് മെട്രിക്സ് എടുത്ത് ഞാൻ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തു. എ ബി കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു സീറോ മെട്രിക്സ് ആ. കണ്ടോ, അതിലത്തെ എല്ലാ എലമെന്റ്സും എന്ത് കിട്ടി? 0. അപ്പൊ ഇതൊരു സീറോ മെട്രിക്സ് ആയിട്ട് കിട്ടി. അപ്പൊ രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ 0 കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എയോ ബിയോ സീറോ മെട്രിക്സ് ആവണമെന്നില്ല. എയും ബിയും 0 അല്ലെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് എന്തായിട്ട് വരുന്നുണ്ട്? സീറോ മെട്രിക്സ് ആയിട്ട് വരാം. നമ്മൾ സാധാരണ നമ്മുടെ നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 2 × 0 = 0. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ 0 വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ആൻസർ എന്ത് വരുന്നത്? 0 വരുന്നത്. പക്ഷേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ ഏതെങ്കിലും ഒരു മെട്രിക്സ് 0 അല്ലെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് എന്തായിട്ട് വരുന്നുണ്ട്? സീറോ മെട്രിക്സ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസും കൂടി ചെക്ക് ചെയ്യാം. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഡയഗണൽ മെട്രിക്സിൽ മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളൂ. പക്ഷെ അസോസിയേറ്റീവ് ലോ ശരിയാണ് കേട്ടോ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ 3 മെട്രിക്സ് എടുത്തു, എയും ബിയും സിയും. അപ്പോൾ എ ബി ഇൻറ്റു സി ഇവിടെ എഴുതി കാണിച്ചു തരാം. എ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഇതിന്റെ അർത്ഥം എന്താണ്? ആദ്യം ഞാൻ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം സി എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്കൊരു ആൻസർ കിട്ടി. ഇനി ഇവിടെ ഞാൻ ആദ്യം ബി സി ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിനുശേഷം എ ഇൻറ്റു ആ ബി സി എന്ന് പറഞ്ഞ മെട്രിക്സ്. അങ്ങനെ ചെയ്യുമ്പോഴും രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അസോസിയേറ്റീവ് ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് സി. അതെന്ന് പറയുന്നത് എ ബി പ്ലസ് എ സി, അതായത് ബി പ്ലസ് സി എന്ന് പറഞ്ഞ 2 മെട്രിക്സ് ആഡ് ചെയ്തതിന് ശേഷം എ എന്ന് പറഞ്ഞ മെട്രിക്സ് മൾട്ടിപ്ലൈ വിത്ത് ആൻസർ. അങ്ങനെ ചെയ്താലും എ ബി ചെയ്തിട്ട് എ സി ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താലും നമുക്ക് ഒരേപോലെ കിട്ടും. അതുപോലെ എ പ്ലസ് ബി ഇൻറ്റു സി, എയും ബിയും ആഡ് ചെയ്തിട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണതും, എ സി ചെയ്തിട്ട് ബി സി ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നോർമൽ ഇതുപോലെ തന്നെ. രണ്ടും സെയിം തന്നെയാണ്, അവിടെ വ്യത്യാസമൊന്നുമില്ല, അത് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്. കണ്ടോ, IA നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ 2/2 1 0 0 1 ഇതാണ് നമ്മുടെ 2/2 ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ഈ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കൂടെ, ഇപ്പൊ എ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടും? എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് അവിടെ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അസോസിയേറ്റീവ് ലോ ഇപ്പൊ പറഞ്ഞുല്ലോ, അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ എ ഇൻറ്റു ബി സി ചെയ്തു, എ ബി ഇൻറ്റു സി ചെയ്ത സമയത്ത് നമുക്ക് 2 മെട്രിക്സ് എന്ത് തന്നെയായിട്ടാണ് വരുന്നത്? ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തരുന്നു മാത്രം. അതുപോലെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കണ്ടോ, എ ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എ സ്ക്വയർ കാണുക, അതായത് എ ഇൻറ്റു എ, അതാണ് എ സ്ക്വയർ. പിന്നെ വീണ്ടും എ ഇൻറ്റു ആ എ സ്ക്വയർ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക? എ ക്യൂബ് കിട്ടുക. അത് നമ്മളവിടെ കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ 23 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, 23 മൾട്ടിപ്ലൈഡ് വിത്ത് എ എന്ന് പറയുന്ന മെട്രിക്സ്. 40 എന്ന് പറയുമ്പോൾ 40 മൾട്ടിപ്ലൈഡ് വിത്ത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ നമുക്ക് 40 0 0 0 40 0 അങ്ങനെ കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 0 കിട്ടും. ഈ 0 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ സീറോ മെട്രിക്സ് ആണ്. കണ്ടോ, ഫൈനൽ ആൻസർ ഇവിടെ കണ്ടോ,
സീറോ മെട്രിക്സ് ആണ് കിട്ടുന്നത്. സീറോ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എല്ലാ എലമെന്റ്സും സീറോ ആയിട്ടുള്ള ഒരു സീറോ മെട്രിക്സ്. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഒറ്റയ്ക്ക് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മുടെ മെട്രിക്സിൽ ഇല്ല. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്